അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മു. അച്ഛൻ്റെ വകയിലൊരു ബന്ധുവായിട്ടുള്ളൂ. അച്ഛൻ പോയ ശേഷം എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും വരാത്ത ആളുകളാ. പിന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശി മരിച്ച അന്നേ ദിവസമായിരുന്നു സർജറി. എൻ്റെ ശരീരവും മനസ്സും അവിടെ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? രാജുയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ആ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ നാളെ തന്നെ വണ്ടി കയറും. നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഒന്നും വേണ്ട മാഡം, ഒരു നിരാഹാര സമരം കഴിഞ്ഞുള്ള വരവാ. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് കടച്ചാക്കുഴിയാ ഇവിടെ വന്ന മാഡത്തിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞത്. മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സിലെ തൊഴിലാളികളിൽ 75% ദിനകരന്റെ പാർട്ടി യൂണിയനിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. 75% അല്ല മാഡം, 90% പേരും എന്റെ യൂണിയനിൽപ്പെട്ടവരാ. മാഡം എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ദിനകരൻ അറിയാലോ. തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 2 മാസമായി. വേതന വർധനവ് കഴിഞ്ഞ വർഷം കമ്പനി ഓഫർ ചെയ്തിട്ട് ഈ വർഷവും അത് നടന്നില്ല. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദിനകരന്റെ യൂണിയനില്ലേ? ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് മാനേജ്മെന്റിലുള്ള വിശ്വാസം വലുതാണ്. ഞങ്ങൾ ഇടപെടാൻ ശ്രമിച്ചിട്ടും അവരതിന് വിമുഖത കാണിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബായി അത് മാറിക്കഴിഞ്ഞു. അപ്പോ മാഡം ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താ കാരണം? എനിക്ക് ആ കമ്പനിയിൽ താല്പര്യമുള്ളതുകൊണ്ട്. മനസ്സിലായില്ലല്ലേ? പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 25% ഷെയർ എന്റെ കയ്യില്. സഞ്ജു ഇപ്പൊ കടുത്ത കടഭീഷണിയിലും. ഏത് നിമിഷവും മംഗലശ്ശേരി ഗ്രൂപ്പും വീടും ബാങ്കുകാർ ജപ്തി ചെയ്യും. പിന്നെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. തൊഴിലാളികൾ പെരുവഴിയിലാവാൻ പോവാ. എന്തൊക്കെയോ നിയമ നടപടികൾ കമ്പനി നേരിടുന്നുണ്ടെന്ന് യൂണിയൻ സെക്രട്ടറി അറിയിച്ചിരുന്നു. പക്ഷേ പ്രശ്നം ഇത്ര ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സഞ്ജു എല്ലാം മൂടി വെക്കാനുള്ള ശ്രമത്തില് ആരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കോടികളുടെ ബാധ്യത മറികടക്കാനാവില്ല. ഈ സമയം തൊഴിലാളികൾ പണിമുടക്കിയാൽ മാനേജ്മെന്റിന് കമ്പനി മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും. അതിന് ദിനകരന്റെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാവണം. കമ്പനി വാങ്ങാൻ ഞാൻ തയ്യാറാ. ദിനകരൻ അതിന് മധ്യസ്ഥത കൂടി വഹിച്ചാൽ എല്ലാത്തിനുമുള്ള പ്രതിഫലമായി 50 ലക്ഷം രൂപ ഞാൻ തരും. എന്തു പറയുന്നു? തൊഴിലാളികൾക്ക് പണിയില്ലാതാകരുതെന്ന ഉദ്ദേശമേ എനിക്കുള്ളൂ. പക്ഷേ തരാമെന്ന് പറഞ്ഞ തുക അല്പം കൂട്ടേണ്ടി വരും. സമ്മതം. ആദ്യം സ്ട്രൈക്ക് തുടങ്ങട്ടെ. അഡ്വാൻസായി 20 ലക്ഷം രൂപ ഞാൻ തരും.